നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവർ വസിക്കുന്ന വീട്ടിൽ ഇനി അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകും. ആ വീട്ടിലുള്ളവർക്കും കൂടി വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വലിയ ഭാഗ്യം സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സിന് സുഖവും ശാന്തിയും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷം ലഭിക്കുന്നു. ഏതൊരാളുടെയും ജീവിതത്തിൽ ഇത്തരം ഒരു അവസ്ഥയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമായി വരുന്നതും. മനസ്സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ. എത്ര തന്നെ അധ്വാനിച്ചാലും എത്ര തന്നെ സമ്പാദിച്ചാലും എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും മനസ്സമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വളരെ ഭീകരമായിരിക്കും. ഒന്നിനും തൃപ്തി വരാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് മനസ്സമാധാനം വളരെയധികമുണ്ട്. ഈശ്വരാധീനം വന്നു ചേരുന്നു. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്നു. വലിയ നേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ജോലിയിൽ വളരെയധികം ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ ജോലിയിൽ ശ്രദ്ധ വർദ്ധിക്കും. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ. ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നു. വരുമാനം വലിയ തോതിൽ തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. യാത്രകൾ അനവധി ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു. യാത്രകൾ ചെയ്യുന്നതിലൂടെ പുതിയ പുതിയ ബന്ധങ്ങൾ, പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. നേട്ടങ്ങളുടെ ഒരു തുടർക്കഥ തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ജോലികൾ ലഭിക്കുന്നതിനുള്ള യാത്രയിലൂടെ ഇവർക്ക് പല വിധത്തിലുള്ള കുതിച്ചുയരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ശാരീരികമായ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ്. കടബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അത് തീർക്കാതെ, അത് മാറ്റി നിർത്താൻ സാധിക്കാതിരുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്ന് കടങ്ങളൊക്കെ തിരികെ നൽകി കടബാധകളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കർമ്മസംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയം. വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വ്യാപാരപരമായിട്ട്, ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. സ്വന്തമായൊരു വാഹനം എന്നൊരു സ്വപ്നം വളരെ നാളുകളായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പലവിധ സാമ്പത്തിക ബാധ്യതയും ബുദ്ധിമുട്ടുകൾ നിമിത്തം അതൊക്കെ മാറ്റിവെച്ചിരുന്ന ഒരു സമയമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇത്തരം അവസ്ഥകളൊക്കെ മാറ്റി അനുകൂലമായ ഒരു സമയം വരികയും വാഹനം സ്വന്തമാക്കുകയും ഇഷ്ടപ്പെട്ട വാഹനം തന്നെ അവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സംരംഭങ്ങളിൽ വലിയ ലാഭം വർദ്ധിക്കുന്നു. വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്ത് പോലും ഇവർക്ക് മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മികച്ച വിജയം ഇവരുടെ കൂടെ ഉണ്ടാകും. വിവാഹകാര്യത്തിൽ വളരെയധികം താല്പര്യം, അനുകൂലമായ സാഹചര്യം, അതോടൊപ്പം തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു വിവാഹം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ബന്ധുജനങ്ങളുടെ, കുടുംബക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സഹായഹസ്തവുമായി നിൽക്കുന്ന ബന്ധുജനങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾ, മത്സരാർത്ഥികൾ ഇവർക്കൊക്കെ വളരെ മിന്നുന്ന വിജയം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പരീക്ഷാ വിജയം, മികച്ച മാർക്കോടുകൂടി ഉന്നത വിജയ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇടപാടുകൾ വഴി ഒട്ടേറെ സാമ്പത്തിക ഉന്നതി വന്നു ചേർന്നു. സാഹിത്യ രംഗത്തോ കലാരംഗത്തോ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരം, പ്രശസ്തി, പരിഗണന ഇത്യാദി കാര്യങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. പുതിയ പുതിയ ജോലി സംബന്ധമായ, തൊഴിൽ സംബന്ധമായൊക്കെ സ്ഥാനമാനങ്ങൾ വഹിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ എന്നും കൈത്തങ്ങായി നിൽക്കുന്ന ഒരു സമയമാണ്. അവരുടെ സഹായ ഹസ്തം കൊണ്ട് ഇവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ആർജവം ഇവർ കാണിക്കും. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്.
രോഹിണി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാകുന്ന ഒരു സമയമാണ്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്ന ഒരു സമയമാണ്. സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വലിയ മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അനുകൂലമായ ഒട്ടനവധി വിധികളും വ്യവഹാരങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഭാവി ശോഭനമായി നിൽക്കുന്ന ഒരു സമയമാണ്. തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന മികച്ച വിജയങ്ങൾ കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. യാത്രകൾ ഇവർക്ക് അനുകൂലമായ മെച്ചമുണ്ടാക്കുന്ന അവസ്ഥകളാണ് കൊണ്ടുവരുന്നത്. പ്രണയബന്ധങ്ങൾ പൂണിയാനുള്ള സാഹചര്യങ്ങളും ഇവരുടെ സമക്ഷത്ത് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. അനുകൂലമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്ക് കാണുന്നു. ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള യാത്രകൾ ചെയ്യുന്നതിനും പുതിയ അവസരങ്ങൾ തേടിയെത്തുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. കുടുംബത്തിലുണ്ടായിരുന്ന വഴക്ക്, പിണക്കം ഇത്യാദി കാര്യങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിലെ വിള്ളലുകൾ ഇത്യാദി കാര്യങ്ങൾ മാറ്റി എടുക്കാൻ ഇവർക്ക് സാധിക്കും. പ്രവർത്തന വിജയമുണ്ടാകുന്നു. ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാൽ അതിലൊക്കെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പ്രധാന തീരുമാനങ്ങൾ, ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് പുണ്യസ്ഥലങ്ങൾ സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങളും ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന അവസരങ്ങളും വന്നു ചേരുന്നു. മികച്ച വിജയവും ഉയർന്ന വരുമാനവും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. സാമ്പത്തിക നേട്ടത്തിലേക്ക് ഇവർക്ക് എത്തിച്ചേരുന്നു. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് മാനസിക സന്തോഷം വർദ്ധിക്കുന്നു. കടങ്ങൾ തീർക്കുന്നതിനും സാമ്പത്തിക ബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച മുന്നേറ്റങ്ങൾ, ഉയർച്ചകളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു. പിതൃപ്രീതി ലഭിക്കുന്ന സാഹചര്യങ്ങളും പിതൃസ്വത്ത് ലഭിക്കുന്ന അനുഭവങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദാമ്പത്യ വിജയം വന്നു ചേരുന്നു. സുഖവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ ഒക്കെ വലിയ നേട്ടത്തോടുകൂടി ഇവിടെ കൂടി ഉണ്ടാകുകയും ഇവർ ഏതൊരു കാര്യത്തിനും നല്ല കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴും അതിലൊക്കെ ഒരു കൈത്താങ്ങായും ഉപദേശകരായും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽ അനുകൂലമായ സാഹചര്യങ്ങൾ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ധനപരമായ ഒട്ടനവധി അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്നു. വസ്തുവകകൾ സ്വന്തമാക്കുന്നതിനും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ കുഴപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതായത് കാര്യകാരണ സഹിതം എന്തിൻ്റെയും നല്ല വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ തെറ്റായ നടപടികളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഇവരുടെ എല്ലാവിധ അനുകൂലമായ ഘടകങ്ങളും ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇവരുടെ ശക്തിയും ആത്മവിശ്വാസവും കഴിവുകളും ഒക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. ഭൂമി സംബന്ധമായിട്ട് ക്രയവിക്രയങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുന്നു. ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ ഇവർ തേടിയെത്തുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. സകലവിധ സൗഭാഗ്യങ്ങൾക്കും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വിജയം ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.